ലോക്സഭാ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ വെട്ടിച്ചുരുക്കാനും അവരുടെ പാർലമെന്റിലെ പ്രാതിനിധ്യം കുറയ്ക്കാനുമുള്ള കേന്ദ്ര മന്ത്രിസഭയുടെ നീക്കങ്ങളെ പൊളിച്ചടക്കിക്കൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ 7 സംസ്ഥാനങ്ങളിലെ ഉപമുഖ്യമന്ത്രിമാർ ഒരേ കുടക്കീഴിൽ എത്തുന്ന ഒരു അത്യപൂർവ സംഭവം ചെന്നൈയിൽ വെച്ച് നടക്കുകയാണ്. BJP ഇന്ന് കരിദിനമായി ആചരിക്കുകയാണ്. കാരണം BJPക്ക് അറിയാം അവരുടെ ഒരുവിധ ശ്രമങ്ങളും നടക്കാൻ പോകുന്നില്ല. ദക്ഷിണേന്ത്യയിലെ BJPക്ക് ആയിരുന്നാലും അവർക്ക് ബോധ്യമുണ്ട് അവർക്ക് കാര്യമായ പ്രാതിനിധ്യം ഒന്നും തന്നെ ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് അവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇതിൽ ആദ്യം ചന്ദ്രബാബു നായിഡു സ്റ്റാലിനോടൊപ്പം എന്ന വാർത്തകൾ വന്നെങ്കിലും അദ്ദേഹം ഇപ്പോൾ BJPയുടെ ശുപാർശയനുസരിച്ച് പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ്. താൽക്കാലികമായി മുന്നണി മര്യാദയുടെ പേരിൽ അദ്ദേഹം മാറി നിൽക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. പക്ഷേ ആന്ധ്രയ്ക്കുൾപ്പെടെ കനത്ത ഭീമമായ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. നമുക്കറിയാം ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഒരത്താശയും വേണ്ട. കേന്ദ്രത്തിൽ BJP TDPയുടെ കനിവ് കൊണ്ട് മാത്രമാണ് ഭരണത്തിലിരിക്കുന്നത്. എന്നാൽ ആന്ധ്രയിൽ BJPക്കോ അല്ലെങ്കിൽ പവൻ കല്യാണിന്റെ പാർട്ടിയായ ജനസേനയ്ക്കോ ആന്ധ്രയുടെ രാഷ്ട്രീയത്തിൽ കാര്യമായ സ്വാധീനമൊന്നുമില്ല. TDP നേടിയ 135 സീറ്റ് 175 തന്നെയാണ് ധാരാളം. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ കേവല ഭൂരിപക്ഷമുള്ളതിനാൽ അവിടെ ഒറ്റയ്ക്കാണ് ഭരിക്കുന്നത്. എന്നാൽ TDP പവൻ കല്യാണിന് കൊടുത്ത ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ളത് അമിത പ്രാതിനിധ്യമായിരുന്നു എന്നുള്ളത് TDP നേതാക്കൾ തന്നെ പറയുകയാണ്. ചതിയനാണ്, വഞ്ചകനാണ് നായിഡു എന്നും ആദ്യം പറഞ്ഞ വാക്കല്ല പിന്നീട് പറയുന്നത്. ഇത് അവസരവാദ രാഷ്ട്രീയമാണെന്നും വളരെ വൈകാതെ നിങ്ങൾ അതിന് വില കൊടുക്കേണ്ടി വരുമെന്നും സ്റ്റാലിൻ തുറന്നടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം സ്റ്റാലിനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തിനധികം പറയുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രി ഭാഗവന്ത് മാൻ വരെ അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ട് ചെന്നൈയിലേക്ക് എത്തുന്നു. അതായത് ഡീലിമിറ്റേഷൻ നടപടികൾ യഥാർത്ഥത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ മാത്രമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടി വെട്ടിലാക്കുന്ന രീതിയിലേക്ക് കാഴ്ചവെക്കുന്നതാണ്. ഉദാഹരണത്തിന് മമതാ ബാനർജിയുടെ അധികാരത്തിലുള്ള പശ്ചിമ ബംഗാളിൽ സീറ്റുകൾ കൂട്ടാൻ ശുപാർശയില്ല. കാരണം BJPക്ക് നന്നായി അറിയാം തൃണമൂൽ കോൺഗ്രസ് ആണ് അവിടെ അധികാരത്തിലുള്ളത്. എന്നാൽ BJPക്ക് ആധിപത്യമുള്ള മധ്യപ്രദേശിൽ 29 ലോക്സഭാ സീറ്റുള്ള മധ്യപ്രദേശിൽ 50ലേക്ക് ഉയർത്താൻ 45 അതിൽ കൂടുതലോ ഉയർത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെയാണ് ഗുജറാത്തിലെ സീറ്റുകൾ 26-ൽ നിന്നും 35-ലധികമായി ഉയർത്താൻ ശ്രമിക്കുന്നു. വലിയ രീതിയിലുള്ള കള്ളക്കളിയാണ് BJP നടത്തുന്നത്. GDPയുടെ അടിസ്ഥാനത്തിലായിരുന്നാലും കേന്ദ്രം നിരവധി സംസ്ഥാന സർക്കാരുകളിൽ നിന്നും പിരിക്കുന്ന നികുതിയുടെ ബലത്തിലായിരുന്നാലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന നികുതി വലിയ വർധനവിലാണ് അവർ കേന്ദ്രത്തിന് നൽകുന്ന. ഒരുപക്ഷേ ബീഹാർ പോലുള്ള പിന്നാക്ക സംസ്ഥാനം എന്ന് കേന്ദ്രം നിരന്തരം പറയുന്നിടത്ത് കൊടുക്കുന്ന സഹായങ്ങൾ എന്ന് പറയുന്നത് ഒരു സംസ്ഥാന ബജറ്റിന്റെ പകുതിയിലേറെയാണ്.